സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു എമർജൻസി ലാൻഡിംഗ് നടന്നിരിക്കുകയാണ് കൊച്ചിൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. കാരണം ഇന്നലെ രാത്രി ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനം കോഴിക്കോട്ടുള്ള വിമാനമായിരുന്നു. അപ്പോൾ 8:45 കാലിക്കറ്റിൽ ഇറങ്ങേണ്ട വിമാനം അടിയന്തരമായി അതിനെ എമർജൻസി ലാൻഡിംഗ് നടത്തി കൊച്ചിൻ എയർപോർട്ടിൽ ഇറക്കി, അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറക്കി. അപ്പോൾ കാരണമെന്ന് പറയുന്നത് ജിദ്ദയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ടയറിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പക്ഷേ അത് യാത്രക്കാരെ അറിയിച്ചില്ല. അപ്പോൾ യാത്രക്കാർക്കെല്ലാം ചില പ്രത്യേകമായ സൗണ്ടുകളും അതും ഇതുമൊക്കെ കേട്ടപ്പോൾ അവർക്ക് സംശയമുണ്ടായി. അവർ ക്യാബിൻ ക്രൂവുമായിട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ അവരൊന്നും പറഞ്ഞില്ല, പറഞ്ഞില്ല. കാരണം ജനങ്ങൾ പരിഭ്രാന്തരായി പോവും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ട ചുമതല എന്തുണ്ടെങ്കിലും നേരിടേണ്ടത് പിന്നെ പൈലറ്റിൻ്റെയും ക്യാബിൻ ക്രൂവിൻ്റെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ ചുമതലയാണല്ലോ. എന്തായാലും ആരെയും അറിയിച്ചില്ല. എമർജൻസി ലാൻഡിങ്ങിന് തൊട്ട് മുമ്പ് പറഞ്ഞു, നമ്മൾ എമർജൻസി ലാൻഡിങ് നടത്തുകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൈകാര്യം ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ശരി, എമർജൻസി ലാൻഡിങ് നടത്തി യാത്രക്കാരെല്ലാം പുറത്തിറങ്ങി. അപ്പോൾ അവർക്ക് കോഴിക്കോട് പോകേണ്ട യാത്രാ സൗകര്യങ്ങളെല്ലാം സരിപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രശ്നമെന്ന് പറയുന്നത് അതിൽ കൂടുതലും ഉംറ യാത്രക്കാരായിരുന്നു. കാര്യം കോഴിക്കോട് നിന്ന് ജിദ്ദയിൽ നിന്ന് കോഴിക്കോട് പോകുന്ന ഫ്ലൈറ്റുകളിൽ കൂടുതലും ഉംറ യാത്രക്കാരുണ്ടാവും. അങ്ങനെ യാത്രക്കാരായിരുന്നു. പ്രായമുള്ള ഇവിടെ ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുന്ന ആൾക്കാർ കൂടുതലും ഒരു 75% പ്രായമായ ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അവരെല്ലാം പരിഭ്രാന്തരായി. അവരുടെ എല്ലാം രാത്രി പുറപ്പെട്ടതല്ലേ, ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, അതിനുള്ള അറേഞ്ച്മെന്റ് ഒന്നും എയർ ഇന്ത്യ ചെയ്തിട്ടില്ല. അപ്പോൾ എയർ ഇന്ത്യക്ക് നേരത്തെ അറിയാം, ജിദ്ദയിൽ വെച്ച് തന്നെ അറിയാം ടയർ പൊട്ടിയിരിക്കുകയാണ്. വേണമെങ്കിൽ അവിടെ ലാൻഡ് ചെയ്തുകൊണ്ട് പിന്നെ ടേക്ക് ഓഫ് ചെയ്യാതെ തന്നെ അവർക്ക് അതെല്ലാം മാറ്റി ശരിയാക്കാം. പക്ഷേ അതിന് സമയം ഒരുപാട് എടുക്കും. അപ്പോൾ അതിൻ്റെ ടയറും അതും ഇതുമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുറച്ച് സമയം കൂടുതൽ എടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ റെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പൈസ ഒരുപാട് ജിദ്ദ എയർപോർട്ടിൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പ്രൈവറ്റ് എയർലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും സുരക്ഷിതത്വത്തെക്കാൾ കൂടുതലായി അവർ താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ലാഭനഷ്ട കണക്കാണ്. അപ്പോൾ അവരുടെ ലാഭനഷ്ടം നോക്കുന്ന പിന്നെ രീതി എന്ന് പറയുന്നത് പ്രൈവറ്റ് എയർലൈൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ലോകത്തിലുള്ളതെന്ന് പറയാൻ ഇന്ത്യയിൽ പ്രത്യേകമായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന എയർ ഇന്ത്യ ഒരു വിലയുമില്ലാതെ ടാറ്റയ്ക്ക് കൈമാറി. അതിന് ഇവിടെയുള്ള സംഘപരിവാർ ശക്തികൾ, ഇത് പറയാൻ പാടില്ലാത്തതാണ് ഈ സമയത്ത്, പക്ഷെ എന്നിരുന്നാലും പറയാതിരിക്കാൻ ഒക്കില്ല. സംഘപരിവാർ ശക്തികൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ടാറ്റയ്ക്ക് അവകാശപ്പെട്ട് തിരിച്ചു കൊടുത്തു എന്നാണ്. കാരണം ടാറ്റയ്ക്ക് അവകാശപ്പെട്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കൊടുക്കണം? മുഗളന്മാരെന്താ ഭരിച്ചിരുന്നു? ഇന്ത്യയെ തിരിച്ച് മുഗളന്മാർക്ക് കൊടുക്കണം. അതിലെ ഫാമിലിയെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ പിടിച്ചോ. അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരാണ് അവസാനം ഭരിച്ചിട്ട് പോയത്, അവരെ വിളിച്ചിട്ട് പറഞ്ഞ നിങ്ങൾ ഭരിച്ചല്ലേ, നിങ്ങളെ കൊണ്ടുപോയി. പക്ഷേ അതല്ല ന്യായം, അതൊന്നും ന്യായമല്ല. ഇന്ത്യയുടെ അഭിമാനമാണ് എയർ ഇന്ത്യ എന്ന് പറയുന്നത്. വെറും പൈസയല്ല, വെറും ലാഭമല്ല നോക്കേണ്ടത്. ജനങ്ങളുടെ, അതായത് ഇന്ത്യയിൽ നിന്ന് ജനങ്ങൾ എന്തിനാണ് പുറത്തോട്ട് പോകുന്നത്? അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തിന് വിദേശ നാണ്യം നേടിയെടുക്കാനാണ് വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ അവരെ കഴിയുന്നത്ര ഞെക്കിപ്പിഴിഞ്ഞ് ഈ സ്ഥാനത്തും അസ്ഥാനത്തും ഓവറായിട്ട് ടിക്കറ്റ് ചാർജ് ഈടാക്കി ഈ തിന്നുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് എയർലൈൻ ആയിരുന്നാലും ശരി, എയർ ഇന്ത്യ ആയിരുന്നാലും ശരി, ഇതൊന്നും ഒരു ജനാധിപത്യ ഗവൺമെന്റിന് യോജിച്ചതേ അല്ല. യാതൊരു കാരണവശാലും എയർ ഇന്ത്യ വിൽക്കരുതായിരുന്നു. ഇനിയും തിരിച്ചെടുക്കാം. നാളെ ഒരു UPA ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിൽ ജനങ്ങൾ, അതായത് നിർബന്ധമായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം. എയർ ഇന്ത്യ നിർബന്ധമായിട്ടും ഗവൺമെന്റിന്റെ വക തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, സംഘപരിവാർ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യ ടാറ്റയുടെ വകയായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഇവര് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇല്ലാത്ത പ്രചാരണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഓഹരി എന്ന് പറയുന്ന 50% ഉണ്ടായിരുന്നു. 25% ടാറ്റയുടേത്. ആ സമയത്താണ് ഈ 25% ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്. എയർ ഇന്ത്യ ഇന്ത്യയുടെ വകയാവുന്നത്, ഇന്ത്യ ഗവൺമെന്റിന്റെ വകയാകുന്നത്. അപ്പോ അതിന് 25% ടാറ്റയുടെ എടുത്തതിനാണ് ടാറ്റയ്ക്ക് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നത്.
അപ്പൊ എന്തായാലും ശരി, നമ്മൾ അതിനെപ്പറ്റിയല്ല ഇപ്പോഴത്തെ വിഷയം. വിഷയം എന്ന് പറയുന്ന പ്രൈവറ്റ് എയർലൈൻ കാർ ഏത് എയർ ഇന്ത്യ എന്നുള്ള പേര് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ടാറ്റ എയർലൈൻസ് എന്നാക്കട്ടെ. എന്തിനാ എയർ ഇന്ത്യ ആക്കുന്നത്? എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അഭിമാനമായിരിക്കണം. അത് വെറും ലാഭം മാത്രമല്ല, ജനങ്ങളുടെ കാര്യങ്ങൾ, ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ, ജനങ്ങളുടെ മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ തന്നെ എല്ലാ ടോപ്പ് ഒഫീഷ്യൽസും യാത്ര ചെയ്യുന്നത്, പുറത്തോട്ടും അല്ലാതെയൊക്കെ യാത്ര ചെയ്യുന്ന പറയുന്നത് എയർ ഇന്ത്യ ഉപയോഗിച്ചാണ്. എന്തായാലും അതിന് പിന്നീട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ലാൻഡ് ചെയ്യേണ്ടത് 8:45 AM കാലിക്കറ്റ് ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. അതാണ് പിന്നെ അടിയന്തരമായിട്ട് നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് യാത്രക്കാരെ കൊണ്ടുപോകാൻ അവർ ബസ് അറേഞ്ച് ചെയ്തു. ഇതിനിടയിൽ അവർക്ക് യാതൊരു സൗകര്യവും, ആഹാര കാര്യങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ അവരുടെ വിശ്രമ കാര്യങ്ങളോ ഒന്നും അവർ ശ്രദ്ധിച്ചില്ല. കാരണം അത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. ആരെടുത്ത് ചോദിക്കാൻ, ആരെടുത്ത് പറയാൻ, ആരോട് കംപ്ലൈന്റ് ചെയ്യാൻ? അതിലൊന്നും ഒരു കാര്യമല്ല. എന്തായാലും ശരി, നാളെ ഒരു ഗവൺമെന്റ്, UPA ഗവൺമെന്റ് വരെയാണ്, അതായത് BJP സംഘപരിവാർ ശക്തികളുടെ ഗവൺമെന്റ് മാറി മറ്റൊരു ജനാധിപത്യ ഗവൺമെന്റ്, മതേതരത്വ ഗവൺമെന്റ് വരികയാണെങ്കിൽ നിർബന്ധമായും എയർ ഇന്ത്യയെ ഇന്ത്യയുടെ അഭിമാന സ്തംഭമാക്കി തന്നെ വളർത്തിയെടുക്കണം. അത് തിരിച്ചു പിടിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും 160 യാത്രക്കാരുമായിട്ടാണ് ജിദ്ദയിൽ നിന്ന് വിമാനം പൊങ്ങിയത്. അപ്പൊ ആ സമയത്ത് തന്നെ അവർക്കറിയാം ടയർ കുഴപ്പമാണ്. അടിയന്തര ലാൻഡിങ് നടത്തി. എന്തായാലും യാതൊരു അനിഷ്ട സംഭവങ്ങളോ ആളുകൾക്ക് ബുദ്ധിമുട്ടോ ഇല്ലാതെ ലാൻഡിങ് നടത്തി. അത് പിന്നെ ക്യാബിൻ ക്രൂവിന്റെയും അല്ലെങ്കിൽ പിന്നെ പൈലറ്റിന്റെയും ഒക്കെ കഴിവ് തന്നെയാണ്. അത് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഏത് എയർലൈൻ ആയിരുന്നാലും ശരി, വെറും ലാഭം മാത്രം നോക്കരുത്. യാത്രക്കാരുടെ സൗകര്യം, യാത്രക്കാരുടെ ക്ഷേമം, യാത്രക്കാരുടെ സുഖം എന്താണെന്നും കൂടെ നോക്കേണ്ട ചുമതല ഈ ഓരോ എയർലൈനും ഉണ്ട്. അത് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും അതിനുവേണ്ടി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കിയാലും വേണ്ടില്ല. ഇപ്പൊ അതാ ഇൻഡിഗോയുടെ കാര്യത്തിൽ എന്തെല്ലാം ഉണ്ട്. ഇൻഡിഗോയുടെ കാര്യത്തിൽ വേറൊന്നുമല്ല, ഇൻഡിഗോ ഇനി ഇവിടെ പൊളിക്കുന്നെന്ന് പറഞ്ഞാൽ അദാനിക്കോ അംബാനിക്കോ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിന് ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും ഇൻഡിഗോയുടെ പേരിൽ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി. അവർക്ക് ഇഷ്ടമില്ലാത്തവര് അവരെങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്, അതായത് സംഘപരിവാർ ശക്തികൾക്ക് ഇഷ്ടമില്ലാത്തവര് എങ്ങനെ ഇല്ലായ്മ ചെയ്യാനൊക്കും എന്നുള്ളതിന്റെ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണമാണിത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, നമുക്കറിയാം. അതായത് ഇന്ത്യയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകം ആദരിക്കുന്ന വ്യക്തിയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല സാമ്പത്തിക വിദഗ്ധനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന് ഏതെല്ലാം രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ പോലും വിളിച്ചിട്ടുണ്ട്. ബാക്കി ഇങ്ങനെയുള്ള സാമ്പത്തിക പിന്നെ വിദഗ്ധമായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ ഉപദേഷ്ടാവായിട്ടൊക്കെ ഒരുപാട് വിളിച്ചു. അദ്ദേഹം എവിടെയും പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ എങ്ങനെയായാലും ശരി, അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് ജനക്ഷേമകരമായ പിന്നെ പദ്ധതികൾ പേര് മാറ്റിയിട്ട് ഇവിടെ ഈ മോഡി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. മോഡിയുടേത് എന്തെങ്കിലും സ്വന്തമായ ഒരു പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കി ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ കാണാൻ കഴിയില്ല. നമുക്ക് അത് ഒരെണ്ണവും കാണാൻ കഴിയില്ല. അതായത് ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പദ്ധതികളുടെ പേര് മാറ്റുകയാണ് ചെയ്യുന്നത് ഓരോന്നിനും. അതായത് ഒരു വർഷത്തിൽ 100 ദിവസത്തെ തൊഴിലുറപ്പ് ജനങ്ങളുടെ അവകാശമാക്കി ആണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. ജനങ്ങളുടെ അവകാശമാണത്. അതല്ലാതെ അവരുടെ ഔദാര്യമല്ല. അതായത് അവരുടെ വേറെ ജനക്ഷേമ പദ്ധതിയൊന്നും അല്ല, ജനങ്ങളുടെ അവകാശം, അവരുടെ മൗലിക അവകാശമാക്കി കൊണ്ടുവന്ന ആ പദ്ധതിയെ ഇന്ന് പേര് മാറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ, ഏത് പദ്ധതിയായിരുന്നാലും ശരി, മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പദ്ധതികളാണ് ഇപ്പൊ പേര് മാറ്റി അവർ ചെയ്യുന്നത്. അല്ലാതെ ഇതുവരെ മോഡി ഗവൺമെന്റ് ഒരൊറ്റ പുതിയ പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല. നമ്മളത് മനസ്സിലാക്കണം. ഒരു കാരണവശാലും, അതായത് ഒരുപാട് പദ്ധതികളാണ്. ഞാൻ വേണമെങ്കിൽ പിന്നീട് അതിനെപ്പറ്റി ഒരു 11 പദ്ധതികളുടെ ഇത് എൻ്റെ കയ്യിൽ തന്നെ അതിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അത് പിന്നീട് വേറൊരു സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞാൻ അറിയിക്കുന്നതെന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതായത് മോഡി ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്വന്തമായ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. സ്വന്തമായി ഒരു പുതിയ പരിപാടി പോലും ഇന്ന് വരെ അവർ അവതരിപ്പിച്ചിട്ടില്ല.
അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുക, അല്ലാതെ വേറൊന്നുമല്ല. വർഗീയമായി വേർതിരിവുണ്ടാക്കുക, എന്തിനും ഏതിനും ഒരു പ്രതിമ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക. അതോടുകൂടി ജനങ്ങളുടെ പ്രശ്നം, വിശപ്പിന്റെ പ്രശ്നവും വിദ്യാഭ്യാസ പ്രശ്നവും ആരോഗ്യ പ്രശ്നവും ഒക്കെ തീരുമെന്നാണ് അവർ കണക്കാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത്ര ബുദ്ധിഹീന്യരാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് എന്ന് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഈ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കി പിന്നെ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഞാൻ ദീർഘിപ്പിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാലും ശരി, വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.